നമുക്ക് ഇന്നൊരു ഡൂഡിൽ ആർട്ട് ചെയ്ത് നോക്കിയാലോ? ഡ്രോയിങ്ങും ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇത് ചെയ്യുന്ന വഴി നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സും ഇങ്ങനെ ദേഷ്യവും ഒക്കെ കുറക്കാനും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാനും, അത് മാത്രമല്ല സ്ട്രെസ്സ് കുറക്കുക പറഞ്ഞാൽ ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സൊക്കെ നമ്മൾ ഏതോ വഴിക്ക് മറന്നു പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഡൂഡിൽ ആർട്ട് എന്ന് നോക്കാം. അത് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാറ്റേണും ഷേപ്പുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ടാണ്. ഇത് അത്രക്ക് അങ്ങോട്ട് പണിയൊന്നുമില്ല, വെറുതെ കുറച്ച് കുത്തിയവരിലൊക്കെ ആയാൽ തന്നെ മതി. പിന്നെ മാർക്കർ ഉപയോഗിച്ചിട്ട്, ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ടും ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാനിതിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തന്നെ ബ്ലാക്ക് മാർക്കറാണ്. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയവരയിലാണ്. അതിപ്പോൾ ചെയ്യാനിപ്പോൾ ആർക്കും അറിയാത്ത, വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുത്തി വരണാൽ മതി. ഇതിപ്പോൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെറും 2 സെക്കൻഡ് മതി. അതോടുകൂടിയിട്ട് നമ്മുടെ കുത്തിവരയിൽ ചെയ്യും. പിന്നല്ല പണി പറയുന്നത്, ഞാൻ ഇപ്പോൾ കുറച്ച് പലതരം കളർ സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പണി ഇനി പലതരം കളർ മാർക്കർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഗിൽറ്റർ പെൻ ഉണ്ടെങ്കിലും അങ്ങനെ എന്ത് പണി ഉപയോഗിച്ച് ചെയ്യാം. ആകെ പണിയില്ല പറഞ്ഞാൽ കുറച്ച് വരകൾ, അതായത് ഓരോ ഷേപ്പുകളും നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ ഓരോ കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കളേഴ്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പണി പറയണത് തന്നെ ഈ ഓരോ കളർ ഇങ്ങനെ ചെയ്തെടുക്കലാണ്. കുറേ നേരം പിടിച്ചിട്ട് ചെയ്യണം, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറിക്കിട്ടും. അതിനായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഒന്നും വരാനൊന്നും പോണില്ല. അങ്ങനെ ഇതാ ഇപ്പം കുറേ നേരത്തെ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരമായിട്ട് കാണുന്നത്. കുറേ നേരം കഷ്ടപ്പെട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു സാധനമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാൻ വെച്ചാലും അതിൻ്റെ ലാസ്റ്റത്തെ റിസൾട്ട് കാണുമ്പോൾ കുറച്ച് അടിപൊളിയാണെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നതിന് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പോൾ കഷ്ടപ്പെട്ടാലും കുഴപ്പം. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ റിസൾട്ട് എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.